സമഗ്രയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ദേ ആർ നെയ്തർ ബ്രില്യൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ്. ദേ ആർ നെയ്തർ ബ്രില്യൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ്. നെയ്തർ എന്ന വാക്ക് സെൻറ്റൻസിൽ വന്നിരിക്കുന്നതുകൊണ്ട് സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടാഗ് ഉത്തരമായിട്ട് വരുന്നു. ആർ ഓക്സിലറിയും ദേ സബ്ജക്റ്റും ആയതുകൊണ്ട് ആർ ദേ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം, സുമ ഈസ് ഡാഷ് ദാൻ രമ. സുമ ഈസ് ഡാഷ് ദാൻ രമ. ഡാഷ് കഴിഞ്ഞ് ദാൻ വരുന്നത് കൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന ഉത്തരങ്ങൾ നമുക്ക് എടുത്തെഴുതാം. കമ്പാരിറ്റീവ് ഡിഗ്രി ERൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകളെ കമ്പാരിറ്റീവ് ഡിഗ്രിയായി പറയുന്നു. അതുകൊണ്ട് തന്നെ ടാളർ ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. പ്രിപ്പോസിഷൻ്റെ യൂസേജുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് മുന്നിലെല്ലാം നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ആയിരിക്കണം പ്രിപ്പോസിഷനായിട്ട് ചേർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അറ്റ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ഡാഷ് സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി. ഡാഷ് സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി. ദ ഓപ്ഷനിലുണ്ട്, എ ഉണ്ട്, ആൻ ഉണ്ട്, നൺ ഉണ്ട്. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. രാജ്യങ്ങളിലെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഇവിടെ സ്പാനിഷ് എന്ന് പറയുന്ന ഭാഷ എന്ന അർത്ഥം തരുന്നതിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് രാജ്യത്തിലെ ജനത്തെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചേർത്ത് പറയുന്നു? ദ എന്ന ആർട്ടിക്കിൾ ചേർത്ത് പറയുന്നു. ഒരു രാജ്യത്തിലെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ദ ചേർത്ത് പറയുന്നു. ദ ഇന്ത്യൻ, ദ അമേരിക്കൻ. എന്നാൽ ഭാഷകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കാറില്ല. ഭാഷകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാറില്ല. അടുത്ത അഞ്ചാമത്തെ ഒരു ചോദ്യമാണ്, പ്രോസ് ആൻഡ് കോൺസ് മീൻസ് ഡാഷ്. പ്രോസ് ആൻഡ് കോൺസ് മീൻസ് ഡാഷ്. ഇഡിയോമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ, വൺ ഹോള്, ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഗുഡ് കണ്ടീഷൻ. അപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് മീൻസ് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ എന്നാണ് എൻ്റെ അർത്ഥമായിട്ട് വരുന്നത്.